ഒപ്പാസിറ്റി ഫില്ലും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് ഒരു ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് ഞാനൊരു ആർട്ട് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ എളുപ്പവഴി ഞാൻ നോക്കുന്നത് ബ്രഷ് എടുത്തിട്ട് അതിനകത്തൊരു സോഫ്റ്റ് റൗണ്ട് ബ്രഷ് ഇത് സെലക്ട് ചെയ്തു. എന്നിട്ട് നേരെ പെൻ ടൂളിലേക്ക് വന്നു. ഒരു ഷേപ്പ് ഞാനിങ്ങനെ വരയ്ക്കുക. ഷേപ്പ് വരച്ചു. ഓക്കെ, ഇതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്ട്രോക്ക് പാത്ത് എന്ന് കൊടുക്കുക. ഇതിൽ സിമുലേറ്റ് പ്രഷർ എനേബിൾ ചെയ്തിട്ട് നേരത്തെ ഒരു ബ്രഷ് എടുത്തത് ഇതിൽ കുറേ പ്രീസെറ്റ്സ് ഉണ്ട്. ഞാൻ ബ്രഷാണ് നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചത്. ആ ബ്രഷ് തന്നെ സെലക്ട് ചെയ്യാം. ബ്രഷ് സെലക്ട് ചെയ്തു, സിമുലേറ്റ് പ്രഷർ കൊടുത്തു. അതിലൂടെ കളറ് ഒരു കാവി കളറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒക്കെ കൊടുത്തു. ഇവിടെ കൊടുത്തിരിക്കുന്ന കളറുണ്ട്. ഞാൻ ഉപയോഗിച്ച ബ്രഷ് അതിൻ്റെ സൈസിലൊരു പ്രഷർ ചെയ്തൊരു ആർട്ട് എനിക്കിവിടെ കിട്ടി. ഓക്കെ, അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ആർട്ട് എങ്ങനെ വരച്ചു എന്നുള്ളതല്ല, എന്താണ് ഒപ്പാസിറ്റി പ്രൊഫൈൽ എന്ന് മനസ്സിലാക്കാനാണ്. ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കുക. ആക്ച്വലി ഇത് ഒബ്ജക്റ്റ് ട്രാൻസ്പെറൻ്റ് ആകുന്നു. ഓക്കെ, അതുപോലെ ഫില്ലാണ് നമ്മൾ കുറയ്ക്കുന്നതെങ്കിലും എന്ത് സംഭവിക്കും? രണ്ടും ഒരു ഫങ്ഷനാണ് എന്ന് നമുക്ക് ഒറ്റുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇന്നങ്ങനെയല്ല, തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഈ ഒരു ലെയറിന് ലെയർ സ്റ്റൈൽ കൊടുക്കുന്നതായിരിക്കും. ഒരു ഔട്ടർ ഗ്ലോ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഔട്ടർ ഗ്ലോ കൊടുത്തപ്പം ഓക്കെ, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫില്ല് ഒപ്പാസിറ്റി കുറയ്ക്കുമ്പോഴേക്കും ട്രാൻസ്പെറൻ്റ് ആവും. താഴെ എൻ്റെ ഫില്ലാണ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ട്രാൻസ്പെറൻ്റ് ആകുകയല്ല ചെയ്യുന്നത്. നമ്മളവിടെ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റ് ട്രാൻസ്പെറൻ്റ് ആകുന്നുണ്ട്, പക്ഷേ അതിന് കൊടുത്തിരിക്കുന്ന ലെയർ സ്റ്റൈല് അങ്ങനെ തന്നെ നിൽക്കും. അതുപോലെ ഇവിടെ ബ്രഷ് സെലക്ട് ചെയ്യുമ്പോഴും നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഒപ്പാസിറ്റി ഉണ്ട്, ഇവിടെ ഫ്ലോ ആണ്, ഇവിടെ ഫില്ലാണ്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഇതിന് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഒപ്പാസിറ്റി സെയിം ആണ്. ഫില്ലും ഫ്ലോയും ഡിഫറെൻ്റ് ആണ്. അതുപോലെ ഇവിടെ കിടക്കുന്നത് ലെയർ ബ്ലെൻഡിങ് മോഡാണ്. ലെയറിനെ ബ്ലെൻഡ് ചെയ്യുന്ന മെത്തേഡ്. ഇപ്പോൾ ഡാർക്ക് മൾട്ടിപ്ലർ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെയറിനെ താഴെ കിടക്കുന്ന ലെയറോട്ട് ബ്ലെൻഡ് ചെയ്യാൻ കഴിയും. ഇത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സെയിം സാധനം തന്നെയാണ്. ഇതും നമ്മൾ വരയ്ക്കുന്ന ആർട്ടിനെ ബ്ലെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ്. അപ്പം ഞാനൊരു ബ്രഷ് വെച്ചിട്ട് ഡ്രോ ചെയ്യുന്നത്. ഫസ്റ്റ് 200 പ്യുവർ ഡ്രോ. കറക്റ്റായിട്ട് അതിൻ്റെ ട്രാൻസ്പെറൻസി വരച്ചതിൻ്റെ ട്രാൻസ്പെറൻസിയും ഫില്ലും ഏകദേശം ഒരുപോലെയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഞാൻ കുറയ്ക്കാം. ഇതൊരു 50 കൊടുത്തു വരച്ച് നോക്കും. ഓക്കെ, അതുപോലെ ഇനി ഇത് 100 ആക്കി ഇതിൻ്റെ ഒപ്പാസിറ്റി 50 കൊടുത്തു വരച്ച്. മൂന്നിനും ഡിഫറൻസ് ഇല്ലേ? ഇതിന് ട്രാൻസ്പെറൻസിയാണ് കുറയുന്നത്. ഇവിടെ ട്രാൻസ്പെറൻസി ഉണ്ട്. ഇവിടെ നമ്മൾ കുറഞ്ഞത് എന്താ വെച്ചാൽ ഇവിടെ പ്രഷറാണ് കുറയുന്നത്, ട്രാൻസ്പെറൻസി അല്ല. അപ്പം ഫ്ലോ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഫ്ലോ എത്ര കുറയ്ക്കുന്നു, ഇതിൻ്റെ ട്രാൻസ്പെറൻസി എത്ര ഉണ്ടെങ്കിലും വരയ്ക്കുമ്പം അതിൻ്റെ പ്രഷറിന് വ്യത്യാസമുണ്ട്. ഇതുണ്ട്. ഇവിടെ വ്യക്തമായിട്ട് പറയാം. ട്രാൻസ്പെറൻസി 50 വെച്ചിട്ട് വരയ്ക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നത് ട്രാൻസ്പെറൻ്റ് ആണ്. ഇമേജിൻ്റെ ട്രാൻസ്പെറൻസി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ഫ്ലോ 50 വെച്ചു, ട്രാൻസ്പെറൻസി 80 വെച്ചാൽ എങ്ങനെയുണ്ട്? ഒബ്ജക്റ്റിന് ട്രാൻസ്പെറൻസി കുറയുന്നില്ല, ഉണ്ട്. അതിൻ്റെ ഫ്ലോ ആണ് ഇവിടെ അഡ്ജസ്റ്റ് ആവുന്നത്. 50% ഫ്ലോ കുറയും. അപ്പോൾ അതിൻ്റെ എഡ്ജിൽ ട്രാൻസ്പെറൻ്റ് ആവുന്നുണ്ട്, സെൻറ്ററിൽ ഡാർക്ക് ആവുന്നുണ്ട്. ഫ്ലോ കുറച്ചുകൂടെ കുറച്ച്
ഇതുണ്ട്. ഈ എഡ്ജാണ് ട്രാൻസ്പെറൻ്റ് ആകുന്നത്. ശരിക്കും ഒരു പ്രഷർ കുറഞ്ഞ കളർ കൊണ്ട് നമ്മൾ റബ്ബ് ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പം ഫ്ലോ ആക്ച്വലി പ്രഷറാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പ്രഷർ ഇവിടെ കാണിക്കാൻ കഴിയുന്നു. ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്, ഒപ്പാസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ട്രാൻസ്പെറൻസ് ആണ്. അപ്പോൾ ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രഷർ ഉൾപ്പെടെ കുറയും. പക്ഷേ ഒപ്പാസിറ്റി മാക്സിമം വെച്ചിട്ട് ഫ്ലോ കുറയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രഷർ കുറഞ്ഞിട്ട് എഡ്ജ് കുറച്ചുകൂടെ ഫെദറായി കിട്ടും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ലെയറിൽ വരുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ ട്രാൻസ്പെറൻസി കുറയ്ക്കാൻ ഒപ്പാസിറ്റി, അതിൻ്റെ ഫില്ല് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അതായത് ഒബ്ജക്റ്റ് നമ്മൾ ഏതെങ്കിലും ലെയർ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലെയർ സ്റ്റൈലിനെ അവിടെ നിർത്തിക്കൊണ്ട് ഒബ്ജക്റ്റിനെ ട്രാൻസ്പെറൻ്റ് ആക്കാനായിട്ടാണ് ഫില്ല് യൂസ് ചെയ്യുന്നത്.